എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിതാ കുറച്ച് ബിറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതുപോലത്തെ ഒരു വയറാണ്. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വയറാണ് കേട്ടത്. അതിലോട്ട് നമുക്ക് ഈ ബീഡ്സ് മുഴുവനായിട്ടൊന്ന് കോർത്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. നമ്മുടെ മക്കൾസിനൊക്കെ നല്ല ക്യൂട്ടായിട്ട് വെച്ച് കൊടുക്കാനും പറ്റും. അതുപോലെ മുഴുവനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഈ വയറ് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിൻ്റെ സെൻറ്റർ വശത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ റിബണോ അല്ലെങ്കിൽ എലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കെട്ടിക്കൊടുക്കാം. അത് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിത് ഇതുപോലെ 2 ലെയറും ഒരുമിച്ച് പിടിച്ച് ഒരു 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതുപോലെ ഓരോന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ വയറ് മുഴുവനായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്. സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുകയും ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ വയർ ഇതാ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ എൻഡ് ഭാഗത്തും ഇതുപോലെ ഒരു ചെറിയ ഒരു ഹോള് പോലെ ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനൊന്ന് ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കാം. നല്ല നീറ്റായിട്ടൊന്ന് വിടർത്തിയെടുക്കാം. അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഫോം ഫ്ലവറാണ് കേട്ടോ അതിലോട്ട് വെക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലാതെയും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഇതിൻ്റെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത ഭാഗത്ത് കൂടെ കണ്ടോ ഇതുപോലെ ഓരോ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ സെൻട്രൽ ഭാഗത്ത് മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ സെൻറ്ററിലായിട്ട് 3 ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും റിബൺ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ബാക്കിലോട്ട് കെട്ടിക്കൊടുക്കാൻ പാകത്തിനാക്കിയാലും മതി. ഞാനിവിടെ ചെറിയ ഒരു എലാസ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ മക്കൾസിനൊക്കെ എലാസ്റ്റിക് വെച്ചാൽ ഒന്ന് സെക്യൂറായിട്ട് എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എലാസ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളി ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ.